Welcome back, dear students. Domestic biometric data operator theory classes ലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ പോർഷൻ SQLന്റെ മൂന്നാം ഭാഗമാണ്. ആദ്യത്തെ രണ്ട് ഭാഗങ്ങളിൽ we have studied a lot about SQL. We studied what is SQL, different types of SQL commands, SQL data types, integrity constraints, and also the syntax of various SQL commands. ഇന്നത്തെ നമ്മുടെ പോർഷൻ ഡിഫറെൻറ്റ് ക്ലോസസ് ഇൻ SQL. ഏതൊക്കെ ക്ലോസസ് ആണ് നമ്മൾ സെലക്ട് കമാൻഡിൻ്റെ കൂടെ SQLിൽ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് പരിചയപ്പെടാം. എല്ലാ ക്ലോസസിൻ്റെയും പേര് ഞാനൊന്ന് വായിക്കാം. ഡിസ്റ്റിങ്ക്ട് ക്ലോസ്, വേർ ക്ലോസ്, ആൻഡ് ഓർ ക്ലോസ്, ബിറ്റ്വീൻ ക്ലോസ്, ലൈക്ക് ക്ലോസ്, order by clause, group by clause, and having clause. ഓരോ ക്ലോസും എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് വിശദമായി പഠിക്കാം. First clause is distinct clause. The select distinct clause or statement is used to return only distinct or different values. Select കമാൻഡിൻ്റെ കൂടെ distinct clause യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് മാത്രം തിരഞ്ഞെടുത്ത് നമുക്ക് റിട്ടേൺ ചെയ്യും. ഉപയോഗിക്കുന്ന സിൻടാക്സ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. സെലക്ട് കമാൻഡിൻ്റെ കൂടെയാണ് ഡിസ്റ്റിങ്ക്ട് ക്ലോസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സെലക്ട് ഡിസ്റ്റിങ്ക്ട്, ഏത് കോളത്തിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് ആണോ നമുക്ക് വേണ്ടത് ആ കോളത്തിൻ്റെ പേര് കൊടുക്കുക. ഒന്നിലധികം കോളത്തിൻ്റെ വാല്യൂസ് കിട്ടണമെങ്കിൽ ഓരോ കോളത്തിൻ്റെയും നെയിം കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. കോളം 1 എന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ കോളത്തിൻ്റെ നെയിം, കോമ, കോളം 2 എക്സെട്ര, കോളം n. എത്ര കോളത്തിൻ്റെ നെയിംസ് ആണോ വേണ്ടത് അത്രയും കോളംസിൻ്റെ നെയിം പ്രൊവൈഡ് ചെയ്യുക. ഫ്രം ടേബിൾ നെയിം, നമ്മുടെ ടേബിളിൻ്റെ പേര് പ്രൊവൈഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട കസ്റ്റമർ ടേബിൾ തന്നെ നമുക്കൊന്ന് നോക്കാം. കസ്റ്റമർ ടേബിളിൽ സാലറി ഉണ്ടായിരുന്നു കസ്റ്റമേഴ്സിൻ്റെ. ആ കസ്റ്റമേഴ്സിൻ്റെ സാലറിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ്, സാലറി എന്ന് പറഞ്ഞ കോളത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് മാത്രം റിട്ടേൺ ചെയ്യുന്ന ക്വരി നമുക്ക് എങ്ങനെ എഴുതാം? സെലക്ട് ഡിസ്റ്റിങ്ക്ട് എന്ന കീവേഡ് ഉപയോഗിച്ചു. കോളം നെയിം ഏത് കോളമാണ്? സാലറി. ഫ്രം ടേബിൾ നെയിം കസ്റ്റമർ, സെമി കോളം. ഇനി നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം ടെർമിനലിൽ. നമ്മുടെ കസ്റ്റമർ ടേബിളാണ് ഇവിടെ ഡിസ്പ്ലേ ആയിരിക്കുന്നത്. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ സെമിക്കോളൻ. ഈ ക്വറി നമ്മൾ യൂസ് ചെയ്യുന്നത് ടേബിളിലെ എല്ലാ ഡീറ്റെയിൽസും, എല്ലാ കോളംസും റോസും ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു ക്വറിയാണ് സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ. നമുക്ക് കസ്റ്റമർ ടേബിളിൽ ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ക്ലോസസ് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് അധികം ഡാറ്റ നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് കുറച്ച് റോസ് ഞാൻ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ കസ്റ്റമർ ടേബിൾ, പുതിയൊരു കസ്റ്റമർ ടേബിളിലെ ഡാറ്റയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. സാലറി തന്നെ 5000, 1500 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. 2000 ഒരു സാലറി കൂടിയുണ്ട്. ഇനി ഡിസ്റ്റിങ്ക്ട് ക്ലോസിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഡിസ്റ്റിങ്ക്ട് ക്ലോസ് ഉപയോഗിച്ച് ഒരു കോളത്തിലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് ഒഴിവാക്കാം എന്നാണ് നമ്മൾ പഠിച്ചത്. സോ ഞാൻ ആ ക്വറി കൊടുക്കുകയാണ്. സെലക്ട് ഡിസ്റ്റിങ്ക്ട് എന്ന കീവേഡ് യൂസ് ചെയ്തു. ഏത് കോളത്തിലെ റിപ്പീറ്റഡ് വാല്യൂസ് ആണ് ഒഴിവാക്കേണ്ടത്? സാലറിയിലെ റിപ്പീറ്റഡ് വാല്യൂസ് ഒഴിവാക്കണം. സോ സെലക്ട് ഡിസ്റ്റിങ്ക്ട് സാലറി ഫ്രം ടേബിൾ നെയിം എന്താണ്? കസ്റ്റമർ, സെമിക്കോളൻ. ടൈപ്പ് ചെയ്യുമ്പോൾ കണ്ടോ, സാലറിയിലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് ഒഴിവായി. അതായത് 5000, 1500 3 ടൈംസ് റിപ്പീറ്റഡ് ആയി. അത് വരില്ല. 1500 എന്ന് മാത്രം ഒറ്റ തവണ മാത്രം വരും. പിന്നെ അടുത്ത സാലറി റിപ്പീറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് ഒഴിവാക്കിക്കൊണ്ട് ഡിഫറെൻറ്റ് വാല്യൂസ് മാത്രം സെലക്ട് ചെയ്യുന്ന ക്ലോസ് ആണ് ഡിസ്റ്റിങ്ക്ട് ക്ലോസ്. ഇനി നമുക്ക് അടുത്ത ക്ലോസ് പരിചയപ്പെടാം. നെക്സ്റ്റ് ക്ലോസ് ഇസ് വേർ ക്ലോസ്.
Where clause is used to extract only those records that fulfill a specified criterion. എന്തെങ്കിലും സ്പെസിഫിക് കണ്ടീഷനോ ക്രൈറ്റീരിയയോ സാറ്റിസ്ഫൈ ചെയ്യുന്ന റെക്കോർഡ്സ് മാത്രം റിട്രീവ് ചെയ്യുന്ന ക്ലോസ് ആണ് വേർ ക്ലോസ്. വേർ ക്ലോസ് സെലക്ട് കമാൻഡിന്റെ കൂടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സിൻടാക്സ് നോക്കാം. സെലക്ട് ഏതൊക്കെ കോളംസ് ആണോ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കേണ്ടത് ആ കോളത്തിൻ്റെ പേര് കോമ ഇട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. കോളം 1 ആദ്യത്തെ കോളത്തിൻ്റെ നെയിം, കോമ, കോളം 2 എക്സെട്ര. എത്ര കോളം വേണോ അത്രയും കോളംസ് കോമ ഇട്ട് സ്പെസിഫൈ ചെയ്യുക. ഫ്രം ടേബിൾ നെയിം, നമ്മുടെ ടേബിളിൻ്റെ പേര്, വേർ എന്ന ക്ലോസ് അല്ലേ, നമ്മുടെ വേർ ക്ലോസ് യൂസ് ചെയ്യുക. കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുക, സെമിക്കോളൻ. ഇനി ഒരു ടേബിളിലെ എല്ലാ കോളംസും, സ്പെസിഫിക് ആയ കോളംസ് ഇല്ല, എല്ലാ ഡാറ്റയും ഡിസ്പ്ലേ ആവണം ബേസ്ഡ് ഓൺ എ സ്പെസിഫിക് കണ്ടീഷൻ. നമ്മൾ യൂസ് ചെയ്യുന്ന സിൻടാക്സ് ഇതാണ്. സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം വേർ കണ്ടീഷൻ സെമിക്കോളൻ. ഞാനിവിടെ വർക്കൗട്ട് ചെയ്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ഞാനൊന്ന് പറയാം. ടു ഡിസ്പ്ലേ ID, name and salary of customers whose salary greater than 2000. സാലറി 2000 മുകളിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ID, നെയിം ആൻഡ് സാലറി ഡിസ്പ്ലേ ചെയ്യണം. അതിനായി ക്വറി ഞാൻ എഴുതിയിരിക്കുന്നത് സെലക്ട് ID, ആദ്യത്തെ കോളത്തിൻ്റെ പേര് കോമ, നെയിം, കോമ, സാലറി, ഫ്രം ടേബിൾ നെയിം എന്താണ് കസ്റ്റമർ, വേർ അടുത്ത കണ്ടീഷൻ കൊടുക്കുക സാലറി ഗ്രേറ്റർ ദാൻ എന്ന മാത്തമാറ്റിക്കൽ സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നു. ഗ്രേറ്റർ ദാൻ 2000 സെമിക്കോളൻ. വേർ ക്ലോസ് യൂസ് ചെയ്ത് 2 ക്വരീസ് ആണ് ഞാനിവിടെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു ഡിസ്പ്ലേ ID, നെയിം ആൻഡ് സാലറി ഫ്രം കസ്റ്റമർ ടേബിൾ വേർ സാലറി ഗ്രേറ്റർ ദാൻ 2000. സാലറി 2000 മുകളിലുള്ള കസ്റ്റമറിൻ്റെ IDയും നെയിമും സാലറിയും മാത്രം ഡിസ്പ്ലേ ചെയ്യാം. അതിനുള്ള ക്വറി ഇതാണ്. സെലക്ട് ID എന്നത് കോളത്തിൻ്റെ നെയിം ID, കോമ, നെയിം, കോമ, സാലറി, ഫ്രം കസ്റ്റമർ ടേബിൾ നെയിമാണ്, വേർ സാലറി. അടുത്തത് കണ്ടീഷൻ കൊടുക്കുക. വേർ ക്ലോസിന് ശേഷം കണ്ടീഷൻ കൊടുക്കുക സാലറി എന്ന് ഉദ്ദേശിക്കുന്നതും ആ കോളത്തിൻ്റെ നെയിമാണ് കേട്ടോ. ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഈക്വൽ ടു എല്ലാം നമ്മൾ മാത്തമാറ്റിക്കൽ സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഗ്രേറ്റർ ദാൻ 2000 സെമിക്കോളൻ. നമുക്ക് റിസൾട്ട് കിട്ടിയത് കണ്ടില്ലേ. ഇനി അടുത്തതായി എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും സാലറി ഗ്രേറ്റർ ദാൻ 2000 ആയിട്ടുള്ള കസ്റ്റമറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ക്വറി ഇതാണ്. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ ടേബിൾ നെയിം വേർ എന്ന ക്ലോസ് യൂസ് ചെയ്യുന്നു. സാലറി എന്ന കോളം നെയിം കൊടുക്കുക കറക്റ്റ്. ഗ്രേറ്റർ ദാൻ 2000 ഗ്രേറ്റർ ദാനിന് മാത്തമാറ്റിക്കൽ സിമ്പിൾ യൂസ് ചെയ്യുന്നു 2000 സെമിക്കോളൻ. അപ്പോൾ സാലറി 2000 മുകളിലുള്ളത് രമേശാണ്. രമേശിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പ്രത്യേകം കോളങ്ങളല്ല, എല്ലാ ഡീറ്റെയിൽസും ID, നെയിം, ഏജ്, അഡ്രസ്, സാലറി എല്ലാ ഡീറ്റെയിൽസും നമുക്ക് റിസൾട്ടിൽ കിട്ടും. നെക്സ്റ്റ് ക്ലോസസ് ആൻഡ് ഓർ ക്ലോസ്. ആൻഡ് ഓർ ക്ലോസ് is used when there are more than one condition. ഒരു കണ്ടീഷൻ മാത്രമാണെങ്കിൽ നമ്മൾ വേർ ക്ലോസ് യൂസ് ചെയ്ത് കൊടുക്കും. 2 കണ്ടീഷൻ വരികയാണെങ്കിൽ വേർ ക്ലോസിൻ്റെ കൂടെ നമ്മൾ ആൻഡ് അല്ലെങ്കിൽ ഓർ ക്ലോസ് ചേർത്ത് ഉപയോഗിക്കും. 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം കിട്ടണമെങ്കിൽ ആൻഡ് ക്ലോസും, ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ റിസൾട്ട് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ റെക്കോർഡ്സ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ ഓർ ഓപ്പറേറ്റർ യൂസ് ചെയ്യും. സിൻടാക്സ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ആൻഡ് അല്ലെങ്കിൽ ഓർ ക്ലോസ് വേർ ക്ലോസിൻ്റെ കൂടെ ഉപയോഗിക്കാമെന്ന് നോക്കാം. വേർ ക്ലോസിൻ്റെ സിൻടാക്സിനോട് വളരെ സിമിലർ ആണ്. ആദ്യം തന്നെ സെലക്ട് കോളം നെയിം, എത്ര കോളംസ് ആണോ നമുക്ക് വേണ്ടത് അത്രയും കോളംസ് കൊടുക്കുക. ഫ്രം
ടേബിൾ നെയിം എന്ന് പറയുന്ന നമ്മുടെ ടേബിളിൻ്റെ പേര്. അതിനുശേഷം വേർക്ക് ക്ലോസ് കൊടുക്കുക. ഫസ്റ്റ് കണ്ടീഷൻ കൊടുക്കുക. ആദ്യത്തെ കണ്ടീഷൻ കൊടുക്കുക. അതിനുശേഷം ആൻഡ് അല്ലെങ്കിൽ ഓർ കൊടുക്കുക. ഒന്നെങ്കിൽ ആൻഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഓർ ക്ലോസ് കൊടുക്കുക. അടുത്ത കണ്ടീഷൻ കൊടുക്കുക. ഈ രണ്ട് കണ്ടീഷനെയും സെപ്പറേറ്റ് ചെയ്യാൻ ഒന്നെങ്കിൽ ആൻഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഓർ ഉപയോഗിക്കുക. ആ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്തതിന് ശേഷം സെമിക്കോളൻ കൊടുക്കാം. നമുക്ക് എക്സാമ്പിൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ കുറച്ചുകൂടി മാറും. ആദ്യത്തെ എക്സാമ്പിൾ, ടു ഡിസ്പ്ലേ ദി ID, name and salary of a customer whose salary is greater than 2000. സാലറി 2000 കൂടുതലും വേണം. ആൻഡ് ഏജ് ലെസ് ദാൻ 25. ഏജ് 25 കുറവുമുള്ള കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാനാണ് ഈ ക്വറി യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സെയിം ക്വറി നമുക്ക് ആൻഡ് ക്ലോസും വെച്ച് വർക്കൗട്ട് ചെയ്യാം, ഓർ ക്ലോസ് വെച്ചും വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആൻഡിൻ്റെയും ഓറിൻ്റെയും വ്യത്യാസം മനസ്സിലാവും. ആദ്യമായി ആൻഡ് ക്ലോസിൻ്റെ എക്സാമ്പിളാണ് ഞാനിവിടെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ടു ഡിസ്പ്ലേ ദി ഡീറ്റെയിൽസ് ഓഫ് ഹൂസ് സാലറി ഗ്രേറ്റർ ദാൻ 2000 ആൻഡ് ഏജ് ലെസ് ദാൻ 25. ഈ രണ്ട് കണ്ടീഷൻ, സാലറി 2000 മുകളിലും ഏജ് 25 കുറവുമായിട്ടുള്ള രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ID, നെയിം, സാലറി ഡിസ്പ്ലേ ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ക്വറി ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. സെലക്ട്, ഡിസ്പ്ലേ ചെയ്യാൻ സെലക്ട് കമാൻഡാണ് യൂസ് ചെയ്യുക. സെലക്ട് ID, നെയിം, സാലറി. ഇത് മൂന്നും കോളംസിൻ്റെ നെയിമാണ്. ഫ്രം കസ്റ്റമർ, ടേബിൾ നെയിം. വേർ എന്ന ക്ലോസ് യൂസ് ചെയ്തു കണ്ടീഷൻ കൊടുക്കാൻ. വേർ ക്ലോസ് യൂസ് ചെയ്തു. ആദ്യത്തെ കണ്ടീഷൻ കൊടുത്തു, സാലറി ഗ്രേറ്റർ ദാൻ 2000. ഫസ്റ്റ് കണ്ടീഷന് ശേഷം ആൻഡ് ക്ലോസ് യൂസ് ചെയ്തു. ആൻഡ് ഏജ് ലെസ് ദാൻ 25. ഏജ് ലെസ് ദാൻ 25 അടുത്ത സെക്കൻഡ് കണ്ടീഷനും പ്രൊവൈഡ് ചെയ്തതിന് ശേഷം സെമിക്കോളൻ കൊടുത്തു. എംപ്റ്റി സെറ്റ്. ഇതിൻ്റെ അർത്ഥം, റിസൾട്ട് കിട്ടിയിരിക്കുന്നത് എംപ്റ്റി സെറ്റാണ്. അതിൻ്റെ അർത്ഥം ഏജ് 25 കുറവും സാലറി 2000 മുകളിലുമായ കസ്റ്റമേഴ്സ് നമ്മുടെ ടേബിളിൽ ഇല്ല എന്ന റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഓർ ക്ലോസ് വെച്ചൊന്ന് വർക്കൗട്ട് ചെയ്യാം. സെലക്ട് ID, നെയിം, സാലറി ഫ്രം കസ്റ്റമർ വേർ സാലറി ഗ്രേറ്റർ ദാൻ 2000 ഓർ ഏജ് ലെസ് ദാൻ 25. അതായത് ആദ്യത്തെ കണ്ടീഷൻ സാലറി ഗ്രേറ്റർ ദാൻ 2000 ഓർ അല്ലെങ്കിൽ ഏജ് ലെസ് ദാൻ 25 ഏജ് താഴെയുള്ളവരോ അല്ലെങ്കിൽ സാലറി 2000 മുകളിലുള്ള ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നവരുടെ റിസൾട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലായി. ആൻഡ് ക്ലോസ് യൂസ് ചെയ്തപ്പോൾ എംപ്റ്റി സെറ്റാണ് നമുക്ക് കിട്ടിയത്. ഓർ ക്ലോസ് യൂസ് ചെയ്തപ്പോൾ സാലറി 2000 മുകളിലുള്ളതും ഏജ് 25 താഴെയുള്ള ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആണെങ്കിൽ അല്ലേ, ഇപ്പോൾ ഏജ് 25 താഴെയുള്ളവരുടെയും സാലറി 2000 മുകളിലുള്ളവരുടെയും ആ രണ്ട് കണ്ടീഷൻ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തവരുടെ എല്ലാം റിസൾട്ട് നമുക്ക് IDയും നെയിമും സാലറിയും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. Between clause or operator selects values within a range. These values can be numbers, text or dates. ഏതെങ്കിലും ഒരു റേഞ്ചിൽ ഉള്ള വാല്യൂസ് സെലക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ക്ലോസ് ആണ് ബിറ്റ്വീൻ ക്ലോസ്. ഉദാഹരണത്തിന് ഏജ് 25-നും 30-നും ഇടയിലുള്ള ആളുകൾ, അതൊരു റേഞ്ചാണ്. ആ റേഞ്ചിലുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യണം. അതേപോലെ സാലറി 2500-ൻ്റെയും 5000-ൻ്റെയും ഇടയിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യണം. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ നമ്മൾ വേർ ക്ലോസിൻ്റെ കൂടെ ബിറ്റ്വീൻ എന്ന ക്ലോസ് കൂടി ചേർത്ത് ഉപയോഗിക്കും.
ഒരു റേഞ്ചിലുള്ള വാല്യൂസ് സെലക്ട് ചെയ്യാനാണ് ബിറ്റ്വീൻ ക്ലോസ് യൂസ് ചെയ്യുന്നത്. സിൻടാക്സ് നമുക്ക് നോക്കാം. വേർ ക്ലോസിൻ്റെ സിൻടാക്സിനോട് വളരെ സിമിലർ ആണ്. ബിറ്റ്വീൻ എന്ന ക്ലോസ് കൂടി ഉപയോഗിക്കുന്നു എന്ന് മാത്രം. സെലക്ട് കോളം 1, കോമ കോളം 2, ഇതെല്ലാം കോളത്തിൻ്റെ പേരുകളാണ്. എത്ര കോളംസ് ആണോ നമുക്ക് സെലക്ട് ചെയ്ത് കിട്ടേണ്ടത് അത്രയും കോളംസിൻ്റെ നെയിം കൊടുക്കുക. ഫ്രം ടേബിൾ നെയിം വേർ എന്ന ക്ലോസ് കൊടുക്കുക. കോളം നെയിം, ഏത് കോളത്തിൻ്റെ വാല്യൂസ് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ആ കോളത്തിൻ്റെ നെയിം കൊടുക്കുക. ബിറ്റ്വീൻ എന്ന ക്ലോസ് കൊടുക്കുക. വാല്യൂ 1, ആദ്യത്തെ വാല്യൂ, ആ റേഞ്ചിലുള്ള ആദ്യത്തെ വാല്യൂ കൊടുക്കുക. ആൻഡ് വാല്യൂ 2, അടുത്ത വാല്യൂ, ഏത് റേഞ്ചിലുള്ള ആ 2 വാല്യൂസിന് ശേഷം സെമി കോളൻ കൊടുക്കാം. ഉദാഹരണത്തിന് സെലക്ട് ID, നെയിം, സാലറി ഫ്രം കസ്റ്റമർ ടേബിളിലെ ID, നെയിം ആൻഡ് സാലറി കോളംസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വേണം. വേർ ആരുടെയാണ് വേണ്ടത്? സാലറി ബിറ്റ്വീൻ 2500 ആൻഡ് 5000. സാലറി 2500-നും 5000-നും ഇടയിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ഇത്രയും കോളംസ് ഫെച്ച് ചെയ്യാനുള്ള ഒരു ക്വറിയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ബിറ്റ്വീൻ എന്ന ക്ലോസ് ഉപയോഗിച്ചാണ് ഒരു റേഞ്ചിലുള്ള വാല്യൂസിനെ നമുക്ക് സെലക്ട് ചെയ്ത് റിട്രീവ് ചെയ്യാൻ സാധിക്കുക. ബിറ്റ്വീൻ ക്ലോസ് ഉപയോഗിച്ച് ഞാൻ 2 ക്വറി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വറി ഇതാണ്. ടു ഡിസ്പ്ലേ ID, നെയിം ആൻഡ് സാലറി ഫ്രം കസ്റ്റമർ ടേബിൾ വേർ സാലറി ബിറ്റ്വീൻ 2500 ആൻഡ് 5000. 2500-ൻ്റെയും 5000-ൻ്റെയും ഇടയിലുള്ള എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും ഐഡിയും നെയിമും സാലറിയും ഡിസ്പ്ലേ ചെയ്യാനാണ് ആദ്യത്തെ ക്വറി. സെലക്ട് ID, നെയിം, സാലറി ഫ്രം കസ്റ്റമർ വേർ എന്ന ക്ലോസ് യൂസ് ചെയ്തു. കണ്ടീഷനാണ് കൊടുക്കുന്നത്. സാലറി ബിറ്റ്വീൻ എന്ന ക്ലോസ് യൂസ് ചെയ്തു. ബിറ്റ്വീൻ 2500 ആൻഡ് 5000 സെമിക്കോളൻ. 2500-ൻ്റെയും 5000-ൻ്റെയും ഇടയിൽ സാലറിയുള്ള ഒരാളുടെ ഡീറ്റെയിൽ മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഐഡിയും നെയിമും സാലറിയും ആ കോളം മാത്രം ആവശ്യപ്പെട്ടതുകൊണ്ട് ആ കോളംസ് മാത്രം നമുക്ക് തിരികെ ലഭിക്കും. അടുത്ത ക്വരി ടു ഡിസ്പ്ലേ ഓൾ കോളംസ് അല്ലെങ്കിൽ ഓൾ ഡീറ്റെയിൽസ് ഓഫ് കസ്റ്റമേഴ്സ് ഹൂസ് സാലറി ബിറ്റ്വീൻ 2500 ആൻഡ് 5000. എല്ലാ ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്യാൻ നമ്മൾ എങ്ങനെയാണ് എഴുതുക? സെലക്ട് സ്റ്റാർട്ട് ഫ്രം കസ്റ്റമർ വേർ സാലറി ബിറ്റ്വീൻ 2500 ആൻഡ് 5000. വേറിൻ്റെ കൂടെ ബിറ്റ്വീൻ ക്ലോസ് യൂസ് ചെയ്ത് ഒരു റേഞ്ചിൻ്റെ ഇടയിലുള്ള വാല്യൂസ് നമുക്ക് സെലക്ട് ചെയ്ത് റിട്രീവ് എടുക്കാൻ സാധിക്കും. ലൈക്ക് ക്ലോസ്. ലൈക്ക് ക്ലോസ് ഈസ് യൂസ്ഡ് ടു സെർച്ച് ഫോർ എ സ്പെസിഫൈഡ് പാറ്റേൺ ഇൻ എ കോളം. ഒരു കോളത്തിലുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള പാറ്റേൺ സെർച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ക്ലോസ് ആണ് ലൈക്ക് ക്ലോസ്. സിൻടാക്സ് നമുക്ക് നോക്കാം. സെലക്ട് കോളം നെയിംസ്, ഏതൊക്കെ കോളംസ് ആണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ആ കോളത്തിൻ്റെ നെയിം കോമയിട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഫ്രം ടേബിൾ നെയിം, ടേബിളിൻ്റെ പേര് കൊടുക്കുക. വേർ ക്ലോസ് യൂസ് ചെയ്യുക. കോളം നെയിം, ഏത് കോളത്തിലെ പാറ്റേൺ ആണോ സെർച്ച് ചെയ്യേണ്ടത് ആ കോളത്തിൻ്റെ പേര് കൊടുക്കുക. ലൈക്ക് എന്ന കീവേഡ് യൂസ് ചെയ്യുക. പാറ്റേൺ, ഏത് പാറ്റേൺ ആണോ നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് ആ പാറ്റേൺ നമ്മൾ സിംഗിൾ കോട്ട്സിൽ എൻക്ലോസ് ചെയ്ത് കൊടുക്കുക. സെമിക്കോളൻ. ഫോർ എക്സാമ്പിൾ, ടു ഡിസ്പ്ലേ ഓൾ ദ റെക്കോർഡ്സ് ഫ്രം കസ്റ്റമർ ടേബിൾ വേർ സാലറി സ്റ്റാർട്ട്സ് വിത്ത് 200. സാലറി 200 മുതൽ തുടങ്ങുന്ന, ഈ സാലറിയുടെ അക്കങ്ങൾ 200 വെച്ച് തുടങ്ങുന്നത് 2000 ആവാം, 2 ലക്ഷം ആവാം അല്ലെ. ആദ്യത്തെ 3 അക്ഷരങ്ങൾ 200 ആണ്. അങ്ങനെ തുടങ്ങുന്ന സാലറി 200 വെച്ച് അല്ലെങ്കിൽ 200 എന്ന പാറ്റേൺ, 200 എന്ന പാറ്റേൺ വെച്ച് തുടങ്ങുന്ന എല്ലാ കസ്റ്റമേഴ്സിൻ്റെ മൊത്തം ഡീറ്റെയിൽസും എല്ലാ ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്.
ഇതിനെങ്ങനെയാണ് നമ്മൾ ക്വറി എഴുതുക? സെലക്ട് സ്റ്റാർ, എല്ലാ റെക്കോർഡ്സ് ആയതുകൊണ്ട് സ്റ്റാർ യൂസ് ചെയ്തു. സ്പെസിഫിക് കോളംസ് ആയിരുന്നെങ്കിൽ നമ്മൾ ആ കോളം നെയിംസ് കൊടുക്കും. എല്ലാ റെക്കോർഡ്സും ചോദിച്ചുകൊണ്ട് സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ, ടേബിൾ നെയിം, വേർ, സാലറി. സാലറി എന്ന് പറഞ്ഞാൽ ആ കോളമാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ട പാറ്റേൺ. സാലറി, ലൈക്ക് എന്ന കീവേഡ് യൂസ് ചെയ്യുന്നു. 200 സിംഗിൾ കോട്ട്സിൽ എൻക്ലോസ് ചെയ്യുന്നു. 200ന് ശേഷം പെർസെൻറ്റേജ് സിമ്പിൾ ഉപയോഗിച്ചു. അതായത് നമ്മുടെ 200 200 അല്ലെങ്കിൽ 200 എന്ന പാറ്റേൺ ആദ്യം തുടങ്ങും. അതിനുശേഷമുള്ള ക്യാരക്ടേഴ്സ് എന്തും ആയിക്കോട്ടെ 200 എന്ന പാറ്റേൺ വെച്ച് തുടങ്ങുന്ന ആ കോളത്തിലുള്ള എല്ലാ വാല്യൂസും നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സിംഗിൾ കോട്ട്സിൽ 200% എന്ന് എൻക്ലോസ് ചെയ്ത് കൊടുത്തത്. ലൈക്ക് ക്ലോസ് യൂസ് ചെയ്ത 2 ക്വരീസ് ആണ് ഞാനിവിടെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ വേർ സാലറി ലൈക്ക് 200%. 200 എന്ന പാറ്റേൺ ആദ്യം തുടങ്ങുന്ന അല്ലെങ്കിൽ 200 എന്ന് വെച്ച് തുടങ്ങുന്ന സാലറി ഉള്ള ആളുകളുടെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്യാനാണ് ആദ്യത്തെ ക്വറി. നമുക്ക് റിസൾട്ട് കിട്ടി. സാലറി 200 അല്ലെങ്കിൽ 200 എന്ന പാറ്റേൺ വെച്ച് തുടങ്ങുന്ന ഒരേ ഒരു റെക്കോർഡേ ഉണ്ടായിരുന്നുള്ളൂ. ആ റെക്കോർഡ് നമുക്ക് തിരിച്ചു കിട്ടി. ഇതേപോലെ നെയിം എസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് അടുത്ത ക്വറിയിൽ ഞാൻ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ വേർ നെയിം ലൈക്ക് %. എസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എന്തായിക്കോട്ടെ എസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പേരുള്ള എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് റിട്രീവ് ചെയ്യുന്ന ക്വറിയാണ് അടുത്ത എക്സാമ്പിളിൽ ഞാൻ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് 2 റെക്കോർഡ്സ് സുരേഷ്, സുഭാഷ്, അവരുടെ 2 പേരുടെയും പേര് എസ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള എല്ലാ റെക്കോർഡ്സും നമ്മുടെ ടേബിളിൽ നിന്ന് നമുക്ക് റിട്രീവ് ചെയ്ത് കിട്ടി. Clause or order by keyword is used to sort the result set by one or more columns. നമ്മുടെ റിസൾട്ട് സെറ്റിനെ ഒന്നോ അതിലധികം കോളംസിനെ വച്ച് സോർട്ട് ചെയ്യാനാണ് ഓർഡർ ബൈ ക്ലോസ് അല്ലെങ്കിൽ കീവേഡ് യൂസ് ചെയ്യുന്നത്. റിസൾട്ട് സെറ്റിനെ അല്ലെങ്കിൽ റെക്കോർഡ്സിനെ നമുക്ക് അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും സോർട്ട് ചെയ്യാൻ സാധിക്കും. അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാൻ ബൈ ഡീഫോൾട്ട് ഓർഡർ ബൈ ക്ലോസ് വെറുതെ കൊടുത്താൽ മതി. ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാനാണെങ്കിൽ DESC എന്ന കീവേഡ് കൂടി നമ്മുടെ സിൻടാക്സിൽ ചേർക്കേണ്ടി വരും. സിൻടാക്സ് നമുക്കൊന്ന് നോക്കാം. സെലക്ട്, കോളം നെയിംസ് കൊടുക്കുക, ഫ്രം, ടേബിൾ നെയിം, വേർ, കണ്ടീഷൻ ഉണ്ടെങ്കിൽ കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം ഓർഡർ ബൈ എന്ന കീവേഡ് കൊടുക്കുക. കോളം നെയിം, ഏത് കോളത്തിൻ്റെ അനുസരിച്ചാണോ നമുക്ക് സോർട്ട് ചെയ്യേണ്ടത് ആ കോളത്തിൻ്റെ നെയിം പ്രൊവൈഡ് ചെയ്യുക. അസെൻഡിങ് ആണെങ്കിൽ ASC എന്ന് കൊടുക്കുക. ബൈ ഡീഫോൾട്ട് കൊടുത്തില്ലെങ്കിലും ഓർഡർ ബൈ ക്ലോസ് വരുമ്പോൾ അസെൻഡിങ് ഓർഡറിൽ വരും. ഡിസെൻഡിങ് ഓർഡറിലാക്കണമെങ്കിൽ DESC എന്ന കീവേഡ് കൊടുക്കുക. ടു സോർട്ട് ദ റിസൾട്ട് ഇൻ അസെൻഡിങ് ഓർഡർ ബൈ നെയിം, നമ്മുടെ കസ്റ്റമർ ടേബിളിനെ സോർട്ട് ചെയ്യാനാണ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ, നെയിമിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ സോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ക്വറി ഇതാണ്. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ ഓർഡർ ബൈ നെയിം. സോർട്ട് ദ റിസൾട്ട് ഇൻ ഡിസെൻഡിങ് ഓർഡർ ബൈ നെയിം, സെയിം ക്വറി തന്നെ. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ ഓർഡർ ബൈ നെയിം DESC എന്ന കീവേഡ് ലാസ്റ്റ്, ക്വറിയുടെ ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുത്തു. ഡിസെൻഡിങ് ഓർഡറിൽ DESC എന്ന കീവേഡ് ചേർത്ത് കഴിഞ്ഞാൽ ഓർഡർ ബൈ ക്ലോസിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ബൈ ഡീഫോൾട്ട് നമുക്ക് ഡിസെൻഡിങ് ഓർഡറിൽ കിട്ടും. ക്ലോസ് യൂസ് ചെയ്ത് ഞാൻ 2 ക്വറീസ് നമ്മുടെ ടെർമിനലിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ ഓർഡർ ബൈ നെയിം, ഒരു സിമ്പിൾ ക്വറിയാണ്. വേർ ക്ലോസോ കണ്ടീഷനോ നമുക്ക് ഈ ക്വസ്റ്റ്യനിലില്ല. കസ്റ്റമർ ടേബിളിനെ നെയിമിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്ന ഒരു ക്വറിയാണിത്. നമുക്ക് കണ്ടാൽ മനസ്സിലാകും.
കൃഷ്ണ, അതായത് ആൽഫബറ്റിക് ഓർഡറിൽ, നെയിമിൻ്റെ ആൽഫബറ്റിക് ഓർഡറിൽ കൃഷ്ണ, രമേശ്, രേഷ്മ, സുരേഷ് എങ്ങനെ ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിൽ ടേബിളിനെ അറേഞ്ച് ചെയ്ത് കിട്ടിയിരിക്കുന്നു. അടുത്തതായി ഡിസെൻഡിങ് ഓർഡർ, അതായത് റിവേഴ്സ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമുക്ക് സോർട്ട് ചെയ്യാനായി ഇതേ ക്വറി തന്നെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ ഓർഡർ ബൈ എന്ന കീവേഡ് യൂസ് ചെയ്തു. നെയിം ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യേണ്ടതായതുകൊണ്ട് DESC എന്ന കീവേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, റിവേഴ്സ് ആൽഫബറ്റിക്കൽ ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ ഓഫ് നെയിമിലാണ് ഈ ക്വറി കാരണം നമുക്ക് റിസൾട്ട് സെറ്റിനെ സോർട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. Group by clause or group by statement is used in conjunction with aggregate function to group the result set by one or more columns. Group by statements aggregate functionsന്റെ ഒപ്പമാണ് ഉപയോഗിക്കാറ്. അഗ്രിഗേറ്റ് ഫങ്ഷൻസിനെ കുറിച്ച് നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. മാക്സ്, മിൻ, ആവറേജ്, സം, കൗണ്ട്, QRT etc. ആർ അഗ്രിഗേറ്റ് ഫങ്ഷൻ. എങ്ങനെയാണ് ഗ്രൂപ്പ് ബൈ ക്ലോസ് അഗ്രിഗേറ്റ് ഫങ്ഷൻ്റെ ഒപ്പം യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. സിൻടാക്സ് ആദ്യം പഠിക്കാം. സെലക്ട് AVJ എന്ന് പറഞ്ഞാൽ ആവറേജ് കാണാനുള്ള അഗ്രിഗേറ്റ് ഫങ്ഷനാണ്. ഇതിന് പകരം വേറെ ഏതെങ്കിലും അഗ്രിഗേറ്റ് ഫങ്ഷനും നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം. ബ്രാക്കറ്റിൽ ഏത് കോളത്തിൻ്റെ ആണോ ആവറേജ് കാണേണ്ടത് ആ കോളത്തിൻ്റെ നെയിം ഫ്രം ടേബിൾ നെയിം കൊടുക്കുക. വേർ കണ്ടീഷൻ, എന്തെങ്കിലും കണ്ടീഷൻ കൊടുക്കാനുണ്ടെങ്കിൽ വേർ ക്ലോസും യൂസ് ചെയ്യാം. കണ്ടീഷൻ ഇല്ലെങ്കിൽ നമ്മൾ വേർ ക്ലോസ് കൊടുക്കേണ്ട കാര്യമില്ല. ഗ്രൂപ്പ് ബൈ കോളം നെയിം, ഗ്രൂപ്പ് ബൈ എന്ന ക്ലോസ് യൂസ് ചെയ്യുന്നു. ഏത് കോളം വെച്ചാണോ ഗ്രൂപ്പ് ചെയ്യേണ്ടത് ആ കോളത്തിൻ്റെ നെയിം സ്പെസിഫൈ ചെയ്യുന്നു. സെമി കോളൻ. അടുത്തതായി ഹാവിംഗ് ക്ലോസ് was added to SQL because the where keyword could not be used with aggregate function. where clause വെച്ച് നമ്മൾ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യും. എന്നിരുന്നാലും where clause അഗ്രിഗേറ്റ് ഫങ്ഷൻസിൻ്റെ കൂടെ ഉപയോഗിക്കാൻ സാധിക്കാത്തതിനാലാണ് നമ്മൾ ഹാവിംഗ് ക്ലോസ് എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സിൻടാക്സ് നമുക്ക് പരിചയപ്പെടാം. സെലക്ട് AVJ, അതൊരു അഗ്രിഗേറ്റ് ഫങ്ഷനാണ്. ഞാനൊരു എക്സാമ്പിൾ, ആവറേജ് അഗ്രിഗേറ്റ് ഫങ്ഷൻ്റെ എക്സാമ്പിൾ എടുത്തു എന്നുള്ളൂ. ഏത് അഗ്രിഗേറ്റ് ഫങ്ഷനും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ബ്രാക്കറ്റിൽ കോളം നെയിം, ഏത് കോളത്തിൻ്റെ ആണോ ആവറേജ് കാണേണ്ടത് ആ കോളത്തിൻ്റെ നെയിം ഫ്രം ടേബിൾ നെയിം. വേർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ വേർ ക്ലോസ് ഉപയോഗിച്ച് കണ്ടീഷൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഗ്രൂപ്പ് ബൈ കോളം നെയിം, ഗ്രൂപ്പ് ബൈ ക്ലോസ് യൂസ് ചെയ്ത് കോളം നെയിം ഏത് കോളത്തിന് വെച്ചാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത് ആ കോളത്തിൻ്റെ നെയിം കൊടുക്കുക. ഹാവിംഗ്. അടുത്തത് അഗ്രിഗേറ്റ് ഫങ്ഷൻ്റെ യൂസ് ചെയ്തുകൊണ്ടുള്ള ആ അരിത്തമെറ്റിക് ഫങ്ഷൻ്റെ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. സെമി കോളൻ കൊടുക്കുക. നമുക്ക് രണ്ട് എക്സാമ്പിൾസ്, ഗ്രൂപ്പ് ബൈ ക്ലോസിൻ്റെയും ഹാവിംഗ് ക്ലോസിൻ്റെയും എക്സാമ്പിൾസ് വളരെ എളുപ്പത്തിലൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഗ്രൂപ്പ് ബൈ ക്ലോസും ഹാവിംഗ് ക്ലോസും എക്സ്പ്ലെയിൻ ചെയ്യാൻ കസ്റ്റമർ ടേബിളിൽ നമുക്ക് കോളംസ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഡിഫറെൻറ്റ് ടേബിളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എംപ്ലോയി ടേബിളിലെ എല്ലാ റെക്കോർഡ്സും ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ കോഡ്, നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്, സാലറി. ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഒരു PWD ഡിപ്പാർട്ട്മെൻറ്റും ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും. രണ്ടുപേര് PWD ഡിപ്പാർട്ട്മെൻറ്റിലും ഒരാൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഇത്രയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഗ്രൂപ്പ് ബൈ ക്ലോസ് യൂസ് ചെയ്യാം. ഗ്രൂപ്പ് ബൈ ക്ലോസ് കൊണ്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത് ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സം ഓഫ് സാലറി ഫ്രം എംപ്ലോയി ടേബിൾ ഗ്രൂപ്പ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും സാലറിയുടെ സം കണ്ട് ഡിപ്പാർട്ട്മെൻറ്റും സാലറിയുടെയും കോളം റിട്ടേൺ ചെയ്യുന്ന ഒരു ക്വറിയാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് അറിയാം, ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും സം ഓഫ് സാലറി, PWDയിലെ രണ്ടുപേരുടെയും സാലറി ടോട്ടൽ ചെയ്ത് കിട്ടി. എഡ്യൂക്കേഷനിലെയും ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ആ ഒരു സം സാലറി കണ്ട് നമുക്ക് റിട്ടേൺ ചെയ്തു. അങ്ങനെ ഓരോ കോളം വെച്ച് ഗ്രൂപ്പ് ചെയ്ത് അഗ്രിഗേറ്റ് ഫങ്ഷൻ യൂസ് ചെയ്യാനാണ് ഗ്രൂപ്പ് ബൈ ക്ലോസ്
യൂസ് ചെയ്യുന്നത്. അടുത്ത എക്സാമ്പിൾ ഹാവിങ് ക്ലോസിൻ്റെയാണ്. ഇതേ എക്സാമ്പിൾ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ടോട്ടൽ സാലറി കാൽക്കുലേറ്റ് ചെയ്തു ഫ്രം എംപ്ലോയി ടേബിൾ. സെലക്ട് ഡിപ്പാർട്ട്മെൻറ്റ് കോമ സം ഓഫ് സാലറി ഫ്രം എംപ്ലോയി. ഗ്രൂപ്പ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഗ്രൂപ്പ് ബൈ ക്ലോസ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് ഹാവിങ്. അടുത്ത അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഞാൻ ഹാവിങ് ക്ലോസ് വെച്ച് കൊടുത്തു. ഹാവിങ് സം ഓഫ് സാലറി, ടോട്ടൽ സാലറി, സം ഓഫ് സാലറി, സാലറിയുടെ ടോട്ടൽ കാണുന്നത്, ടോട്ടൽ കണ്ടിട്ട് ഗ്രേറ്റർ ദാൻ 50,000, സം ഓഫ് സാലറി ഗ്രേറ്റർ ദാൻ 50,000 ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റും സം ഓഫ് സാലറിയും റിട്ടേൺ ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ 50,000 മേലെയുള്ളത് PWD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രമാണ്. അപ്പോൾ ആ 2 കോളംസും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. ഇങ്ങനെയാണ് ഗ്രൂപ്പ് ബൈ ക്ലോസും ഹാവിങ് ക്ലോസും വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾസ് ചെയ്തു നോക്കുമ്പോൾ വ്യത്യാസം മനസ്സിലാവും. നെക്സ്റ്റ് നമ്മുടെ അസൈൻമെൻറ്റ് സെക്ഷനാണ്. ക്രിയേറ്റ് എ ടേബിൾ പ്രോഡക്റ്റ് വിത്ത് കോളംസ് പ്രോഡക്റ്റ് ID, PROD ID എന്നാണ് കോളത്തിൻ്റെ പേര്, കോമ പ്രോഡക്റ്റ് നെയിം ഷോർട്ടാക്കി PROD നെയിം എന്ന് കൊടുത്തു, കോമ പ്രൈസ് ആൻഡ് GST. ഈ 4 കോളംസും പ്രോഡക്റ്റ് എന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇൻസേർട്ട് ദ ഫോളോയിങ് ഡാറ്റ ഇൻ ടു ദ ടേബിൾ. ഇത്രയും ഡാറ്റ നമ്മുടെ പ്രോഡക്റ്റ് ടേബിളിൽ ഇൻസേർട്ട് ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ, ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് ഐറ്റംസ് whose price is less than 40. Next question, display different product name from the table. Next question, display the name of products whose price is between 40 and 60. Sixth question, display the details of all products whose names start with S. Seventh question, display the details of all products in the descending order of price. Last question, display the name and sum of price of each product grouped by product name. ഇത്രയും അസൈൻമെൻറ്റ്സ് നന്നായി ചെയ്ത് വൊക്കേഷണൽ ടീച്ചറിന് അയച്ചു കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.